ഹലോ നമസ്കാരം. ഓല വണ്ണിൻ്റെ പുതുപുത്തൻ അപ്ഡേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിൽ ഒരു ചെറിയ ചേഞ്ച് നടന്നിരിക്കുകയാണ്. നമ്മുടെ സായിപ്പ് ടോണി അഥവാ ടോണി ബർഗ്, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, ഒരു ഡിക്ലറേഷൻ സെപ്റ്റംബർ 25 പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്താണ് എന്നല്ലേ? അസസ്മെൻറ്റ് ലെവൽസ് അല്ലെങ്കിൽ എവിഡൻസ് ലെവൽസ് ഓഫ് യൂണിവേഴ്സിറ്റീസ്, എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സ് ആൻഡ് കൺട്രീസ്. നമ്മൾ ഈ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തിനാണ് പോസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാം. സെപ്റ്റംബർ 25 മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇത് ഡിക്ലെയർ ചെയ്ത്. പ്രസത്തിൻ്റെ സൈറ്റിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ന്യൂസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ എവിഡൻസ് ലെവൽസ് പോസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് പോസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈസോസ് ലെജിസ്ലേഷൻ ബിൽ പാസ്സാവുന്നതും അതുപോലെ മിനിസ്ട്രിയൽ ഡയറക്ഷൻ 107 അവർ മാറ്റുന്നതും, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ എവിഡൻസ് ലെവൽ അവർ പോസ് ചെയ്തേക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈസോസ് ലെജിസ്ലേഷൻ ബിൽ എന്ന് നോക്കിയാൽ, നാഷണൽ പ്ലാനിംഗ് ലെവൽ അല്ലെങ്കിൽ ക്യാപ്പിംഗ് അടുത്ത വർഷം വരുന്നു. അതായത് ഓരോ പ്രൊവൈഡറിനും ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് സീറ്റ്സ് അലോക്കേറ്റഡ് ആണ്. ഇത്രയും പേരെ നിങ്ങൾ പ്രിസത്തിലൂടെ, അതാണ് ഈ പോർട്ടലിൽ കൂടിയാണ് COE ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു വർഷം ഇത്രയും കുട്ടികൾക്ക് COE ജനറേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കുന്നുള്ളൂ. ഇത്രയും പേർക്ക് വിസ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ 43 പ്രൊവൈഡേഴ്സിനും, അതായത് ഓസ്ട്രേലിയയിലുള്ള എല്ലാ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സിനും ഒരു നിശ്ചിത ലിമിറ്റ് ഓഫ് സീറ്റ്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈസോസ് ലെജിസ്ലേഷൻ ബില്ലിൻ്റെ ഒരു പാസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫൈനൽ സിഗ്നേച്ചർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രോസസ്സ് ഉള്ളപ്പോൾ അതിൻ്റെ പുറകെ ഈ ഒരു അസസ്മെൻറ്റ് ലെവലിൽ നിന്നുള്ള ഒരു തലവേദന കൂടി യൂണിവേഴ്സിറ്റീസിന് കൊടുക്കാതെ, അവർക്ക് ആ ഒരു എക്സ്ട്രാ ബേർഡൻ അവർക്ക് ഫീൽ ചെയ്യാതെ അവരെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, ശരി ഞങ്ങൾ ഈ അസസ്മെൻറ്റ് ലെവലൊന്ന് പോസ് ചെയ്ത് വെക്കുകയാണ് എന്ന് പറയുന്നതാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ സായിപ്പ് ടോണി നൽകുന്നത് ഇതിലൂടെ. അതുപോലെ തന്നെ മിനിസ്ട്രിയൽ ഡയറക്ഷൻ 107 എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ലെവൽ 1 യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ആപ്ലിക്കേഷൻസിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയും ലെവൽ 2ഉം 3 അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ സൗകര്യം പോലെ ചെയ്യാം എന്ന് പറഞ്ഞൊരു ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രണ്ട് ചേഞ്ചസ് ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ എവിഡൻസ് ലെവൽ അതിന് വലിയ പ്രസക്തി തൽക്കാലം ഇല്ല. ക്യാപ്പിംഗ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നിങ്ങൾ ആ ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഫൈനലി എഴുതിയാണ് ഇവർ നിർത്തിയിരിക്കുന്നത് ആ ഒരു പ്രസ് റിലീസിൻ്റെ ഏറ്റവും അവസാനം. അതായത് ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സിനും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏജൻസീസിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ജെന്യുവിൻ സ്റ്റുഡൻസിനെ ഓസ്ട്രേലിയയിലേക്ക് കടത്തിവിടുന്നതിൽ. ഞാനവിടെ വിട്ടുപോയൊരു വാക്കുണ്ട്, ഏജൻസും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ജെന്യുവിൻ സ്റ്റുഡൻസിനെ ഓസ്ട്രേലിയയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അത് എന്തുകൊണ്ട് എല്ലാവരും മറന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. അത് ഒന്ന് ഊന്നി പറയുകയാണ്. അസസ്മെൻറ്റ് ലെവൽസിനെ പറ്റി ആദ്യമായിട്ട് സംസാരിച്ച ഒരു ടീമാണ് ഞങ്ങൾ. അതിനുശേഷം പലരും അതിനെ എതിർത്തുകൊണ്ടും പോസിറ്റീവായിട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത, ജെന്യുവിൻ സ്റ്റുഡൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ പിള്ളേരെ കൊണ്ട് ഫീസ് അടപ്പിക്കുന്ന ഏജൻസികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഓസ്ട്രേലിയൻ കമ്പനിയാണ്. ഞങ്ങളതിനെ ട്രോൾ ചെയ്ത് ഈയിടെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിരുന്നു. അത് വൈറലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏജൻസിൻ്റെ കാര്യം കൂടി സർക്കാർ മറന്നു പോകണ്ട എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഈ അസസ്മെൻറ്റ് ലെവൽസ് അല്ലെങ്കിൽ എവിഡൻസ് ലെവൽസ് പോസ് ചെയ്യുന്നത് വഴി നമ്മുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സിന് അവരുടെ റിക്രൂട്ട്മെൻറ്റ് പ്ലാൻസ് ഒന്നും കൂടി റീവാലുവേറ്റ് ചെയ്യാനും റിലാക്സ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സർക്കാർ കൊടുക്കുന്നത്. ഇനി അഥവാ ഈ ഈസോസ് ബില്ല് പാസ്സായില്ലെങ്കിൽ ഇവർ വീണ്ടും ഇത് ആക്ടിവേറ്റ് ചെയ്യും എന്നുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് ലെവൽസ് തൽക്കാലം പോസ് ചെയ്തേക്കുന്നതാണ് എന്ന് കൃത്യമായ സന്ദേശമാണ് ഈ പ്രസ് റിലീസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സാധാരണ ഈ എവിഡൻസ് ലെവൽസ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ലെവൽസ് പബ്ലിഷ് ചെയ്യാറ് മാർച്ചിലും സെപ്റ്റംബറിലുമാണ്. 2 പ്രാവശ്യമാണ് ഒരു വർഷത്തിൽ. അതായത് ഫെബ്രുവരി ഇൻടേക്ക് കഴിയുമ്പോൾ കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ട് മാർച്ചിലും, ജൂലൈ ഇൻടേക്കിൻ്റെ റിസൾട്ട്സ് വെച്ചിട്ട് സെപ്റ്റംബറിലും 2 പ്രാവശ്യമാണ് അസസ്മെൻറ്റ് ലെവൽസ് വരെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. കറണ്ട് വിസ ട്രെൻഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അസസ്മെൻറ്റ് ലെവൽസ് പബ്ലിഷ് ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റംബറിലാണ് നമ്മൾ പുതിയ അസസ്മെൻറ്റ് ലെവൽസ് വരുന്നത്. അപ്പോൾ ആ ഒരു വർക്ക് എടുക്കാൻ സായിപ്പ് ടോണിക്ക് മടിയാണ്. ഞങ്ങൾ പോസ് വെച്ചേക്കുകയാണ്, ഞങ്ങൾ റിലാക്സ് ചെയ്തിട്ടുള്ളത്. കാരണം ക്യാപ്പിങ്ങിൻ്റെ പുറകെ ഞങ്ങളെല്ലാം കുറേ ഓടി നടക്കുകയാണ് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനായിരുന്നു ഈ എവിഡൻസ് ലെവൽസ് കൊണ്ടുവന്നിരുന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എവിഡൻസ് ലെവൽസ് കൊണ്ടുവന്നത് വിസ റെഫ്യൂസൽസും അതുപോലെ വിസ ക്യാൻസലേഷൻസും നടക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട്, അതായത് ഫ്രോഡ് കാരണമുള്ള വിസ റെഫ്യൂസൽസും വിസ ക്യാൻസലേഷൻസും
നടക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ഒരു എവിഡൻസ് ലെവൽസ് കൊണ്ടുവന്നത്. അതായത് എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സിനെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയാണ്. അതായത് നിങ്ങളിങ്ങനെ തെറ്റ് കാണിച്ചാൽ നിങ്ങൾക്കിട്ടുള്ള കുട്ടി ഞങ്ങൾ തരും എന്നുള്ള സർക്കാരിൻ്റെ ഒരു സന്ദേശമായിരുന്നു എവിഡൻസ് ലെവൽസ്. അപ്പോൾ അതാണ് തൽക്കാലം പോസ് ചെയ്തിരിക്കുന്നത്. കാരണം ക്യാപ്പിംഗ് അപ്പുറത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ. ഇനി ഈ എവിഡൻസ് ലെവൽസ് കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തായിരുന്നു ഇൻ പാസ്റ്റ് എന്ന് ചോദിച്ചാൽ, SSVS സിംപ്ലിഫൈഡ് സ്റ്റുഡൻറ്റ് വിസ ഫ്രെയിംവർക്കിൽ ഇംഗ്ലീഷ് ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. ലെവൽ 1 യൂണിവേഴ്സിറ്റീസിലും ലെവൽ 2 യൂണിവേഴ്സിറ്റീസിലും ലെവൽ 3 യൂണിവേഴ്സിറ്റീസിലും. അതായത് ലെവൽ 2ലും ലെവൽ 3ലും കുറച്ചുകൂടെ കർശനമായിരുന്നു ഡോക്യുമെൻറ്റ്സിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലെവൽ എപ്പോഴും പറയായിരുന്നു, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ലെവൽ 2ലും ലെവൽ 3ലും വെക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. നിങ്ങൾ എല്ലാം തികഞ്ഞവരല്ല എങ്കിൽ ലെവൽ 1ലേക്ക് തന്നെ പോകണം. അതുകൊണ്ട് തന്നെയായിരുന്നു ഹൊലവേൾഡിന് 100% വിസ സക്സസ് കിട്ടിയതും. അപ്പോൾ നമ്മുടെ ലെവൽസ് തൽക്കാലം പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്യാപ്പിങ്ങിലാണ് നമ്മുടെ ശ്രദ്ധ. അപ്പോൾ ക്യാപ്പിങ്ങിലും വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടതും. അങ്ങനെ പ്ലാൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റുകൾ കിട്ടാതെയും പോകും. അപ്പോൾ ഫെബ്രുവരി ഇൻടേക്കിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ യൂണിവേഴ്സിറ്റിക്ക് മാത്രം അപ്ലൈ ചെയ്യാതെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുക. നിങ്ങളിപ്പം വേറെ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് ബാക്കപ്പ് ആപ്ലിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഹൊലവേൾഡിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യാനുണ്ട്. വി ആർ ദ ബെസ്റ്റ് ഫോർ ഓസ്ട്രേലിയൻ സ്റ്റഡീസ്. താങ്ക് യു.